ലക്ഷ്മണൻ വനവാസത്തിന് തയ്യാറെടുക്കുകയാണ്. തന്റെ പ്രിയതമനോടൊപ്പം വനത്തിലേക്ക് പോകണമെന്ന് ഊർമിള വാശി പിടിച്ചു. എന്നാൽ ലക്ഷ്മണൻ അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, സീതാരാമന്മാരെ സംരക്ഷിക്കുക എന്നതാണ് എന്റെ ലക്ഷ്യം. നീ കൂടെ ഉണ്ടായാൽ എന്റെ ശ്രദ്ധ മാറിയേക്കാം. നീ ഇവിടെ നിന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഭർത്താവിന്റെ ധർമ്മം നിറവേറ്റാനായി ഊർമിള സ്വന്തം ആഗ്രഹം ത്യാഗം ചെയ്തു. ലക്ഷ്മണൻ വനത്തിലേക്ക് തിരിച്ചു. കൊട്ടാരത്തിൽ ഊർമിള തനിച്ചായി. അന്ന് രാത്രി വനത്തിൽ കാവൽ നിൽക്കുകയായിരുന്ന ലക്ഷ്മണന്റെ അടുത്തേക്ക് നിദ്രാദേവി പ്രത്യക്ഷപ്പെട്ടു. ഉറക്കം തൂങ്ങുന്ന ലക്ഷ്മണന്റെ അരികിലേക്ക് ദേവി മെല്ലെ ഇറങ്ങി വന്നു. എനിക്ക് 14 വർഷം ഉറങ്ങാതെ എന്റെ ജ്യേഷ്ഠനെ സേവിക്കണം, ലക്ഷ്മണൻ വരം ചോദിച്ചു. നിദ്രാദേവി പറഞ്ഞു, നിനക്ക് പകരം മറ്റാരെങ്കിലും ആ ഉറക്കം ഏറ്റെടുക്കുമെങ്കിൽ ഞാൻ ഈ വരം നൽകാം. ആ നിമിഷം കൊട്ടാരത്തിൽ ഇരുന്ന ഊർമിള തന്റെ ഭർത്താവിന്റെ ധർമ്മം പൂർത്തിയാക്കാൻ ആ ഉറക്കം ഏറ്റെടുക്കാൻ തയ്യാറായി. ഊർമിള 14 വർഷത്തെ ഗാഠനിദ്രയിലേക്ക് വഴുതി വീണു. പുറത്ത് ഋതുക്കൾ മാറി മറിഞ്ഞു. വർഷങ്ങൾ കടന്നുപോയി. ലക്ഷ്മണൻ വനത്തിൽ ഉറക്കമില്ലാതെ കാവൽ നിന്നപ്പോൾ ഊർമിള കൊട്ടാരത്തിൽ ഉറങ്ങിക്കൊണ്ട് ആ ഭാരം ചുമന്നു. അവളുടെ ഈ നിശബ്ദമായ ത്യാഗം ആരും അറിഞ്ഞില്ല. 14 വർഷങ്ങൾക്ക് ശേഷം യുദ്ധം ജയിച്ച് ലക്ഷ്മണൻ തിരിച്ചെത്തി. അവന്റെ സാമീപ്യം അറിഞ്ഞ ഊർമിള പതുക്കെ ഉറക്കമുണർന്നു. ആ പുനഃസമാഗമത്തിൽ വാക്കുകൾക്ക് സ്ഥാനമില്ലായിരുന്നു. സീതയുടെ ത്യാഗത്തിനൊപ്പം തന്നെ മഹത്തരമാണ് ഊർമിളയുടെ സമർപ്പണമെന്ന് ലക്ഷ്മണൻ തിരിച്ചറിഞ്ഞു.